പണം നൽകലോ സ്വത്ത് കൊടുക്കുകയൊന്നും അല്ല വേണ്ടത്. മക്കൾക്ക് ഏറ്റവും മികച്ചത് കൊടുക്കണമെന്ന് ബോധ്യമുള്ള മാതാപിതാക്കൾ 8ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് മറ്റ് രക്ഷകർത്താക്കളെ പോലെ നിന്നെ ഇന്ന കാര്യം എടുക്കാൻ ഞങ്ങൾ നിർബന്ധിക്കത്തില്ല. നിന്റെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അതിനർത്ഥം സംതിങ് ഈസ് പോസിബിൾ. ആ സംതിങ് എവിടെയാണെന്നുള്ളതാണ് യൂണീക്ക്നെസ് കിടക്കുന്നത്. LKG പാസ്സായ ഒരാളെ UKG കയറും. UKG കയറിയാൽ തന്നെ നമ്മൾ സ്വപ്നം കാണുവാണ് UK വിടാം. കുഞ്ഞിലെ കാണപ്പെടുന്ന ദൈവങ്ങളാണ് മാതാപിതാക്കൾ. അവർക്ക് തെറ്റിപ്പോകരുതല്ലോ. 29, 31 വയസ്സൊക്കെ കഴിഞ്ഞ് യുവാക്കൾ അവർ എങ്ങും എത്തിയില്ല എന്ന് പറഞ്ഞ സങ്കടത്തോടെ എൻ്റെ അടുത്ത് വരാറുണ്ട്. രക്ഷകർത്താക്കൾക്ക് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല 2 ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, 1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുക, 2 അവരുടെ യുണീക്കായുള്ള മേഖലയിൽ കരിയർ ബിൽഡ് ചെയ്യാനുള്ള അവസരം നൽകുക എന്നുള്ളത്. പണം നൽകലോ സ്വത്ത് കൊടുക്കുകയൊന്നും അല്ല വേണ്ടത്. അവരുടെ മേഖലയിൽ അവർക്ക് വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. സ്വത്തൊക്കെ അവർ ഉണ്ടാക്കിക്കോളും. വെൽക്കം ടു ഹഗ് സീരീസ് എപ്പിസോഡ് 7. നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഹിപ്നോട്ടിസം എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞെങ്കിൽ, ഇത്തവണ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യുണീക്നെസ്സിനെ കുറിച്ചാണ്. എൻ്റെ ക്ലാസ് കൂടിയിട്ടുള്ളവർ, പ്രത്യേകിച്ചും കരിയർ ഗൈഡൻസ് ക്ലാസ് കൂടിയിട്ടുള്ളവർക്കെല്ലാം പരിചിതമായ ഒരു പേരുണ്ട്, ഡോക്ടർ ഐസക് തോമസ്. അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ന്യൂസിലാൻഡിൽ നിന്ന് 2 ദിവസം മുമ്പ് അദ്ദേഹം നാട്ടിലെത്തിയിട്ടുണ്ട്. കിട്ടിയ പാടെ തന്നെ പിടിച്ചു നിർത്തി നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. വെൽക്കം ഡോക്ടർ ഐസക് തോമസ് സാർ. താങ്ക് യു സാർ. നമ്മുടെ ഹഗ്ഗിലെ യു എന്ന് പറയുന്നത് യുണീക്നെസ് ആണ്. യുണീക്നെസ് കണ്ടെത്താൻ ഏതെങ്കിലും ഒരു വ്യക്തി ആവശ്യപ്പെട്ടാൽ ഞാൻ ഏറ്റവും അധികം സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഡോക്ടർ ഐസക് തോമസ് സാറിനെയാണ്. അദ്ദേഹത്തിൻ്റെ യുണീക്ക് സ്കില്ല് തന്നെ മറ്റൊരാളുടെ യുണീക്നെസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ PhD എടുത്തിരിക്കുന്നത് കരിയർ ഡിസിഷൻ മേക്കിങ്ങിലാണ്. കേരളത്തിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഈ വിഷയത്തിൽ തന്നെ PhD എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ MPhil ഉള്ളത് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലാണ്. ഇന്ത്യയിലെ 25 സ്റ്റേറ്റുകളിൽ നേരിട്ട് പോയി ക്ലാസ്സുകൾ എടുത്ത് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഐസക് സാറിനെ ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നത് സിനു സാർ എന്നാണ്. അപ്പോൾ യുണീക്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിക്കാം. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. വളരെ വിശദമായിട്ട് എന്നെ പരിചയപ്പെടുത്തി ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. അതിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ വരുന്ന ജനറേഷനെ, ജനറേറ്റിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ ആണല്ലോ നമ്മുടെ എല്ലാം വലിയ ഒരു ദൗത്യം. ആ ഒരു ദൗത്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ദൗത്യം മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വരും തലമുറയ്ക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് വലിയൊരു മാതൃകയാണ്, വലിയൊരു കോൺട്രിബ്യൂഷനാണ്. ആ ഒരു ചിന്തയോടെയാണ് ഞാൻ എൻ്റെ സർവീസ് ചെയ്യുന്നത്. ഈ സർവീസ് പരമാവധി പ്രൊഫഷണലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സർവീസ് കൊടുക്കാനുള്ള ഒരു മുന്നേറ്റമാണ് നടത്താൻ മുൻപോട്ട് വെക്കുന്നത്. യുവാക്കളും പ്രൊഫഷണൽസും, കാരണം പല ആൾക്കാരും തന്നെ എൻ്റെ മേഖല ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞ് തിരുത്താനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അവരെയും കൂടെയൊക്കെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് വഴി സഹായിക്കേണ്ടത്. ഒരാളുടെ ജീവിതത്തിൽ താൻ ആരാണ് എന്ന് ഒരാൾ ചോദിച്ചാൽ, വാട്ട് യു ആർ എന്ന് ചോദിച്ചാൽ, അത് ഞാൻ ഇന്നതാണെന്ന് പറയണമെങ്കിൽ അവൻ്റെ കരിയർ ചൂണ്ടിക്കാട്ടി വേണം. അതെ. ആ കരിയറിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നതൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് സാറേ. തീർച്ചയായും ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിന് പിന്നിലുള്ള കാരണങ്ങളെ നമ്മൾ കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുകയാണ്. അതിന് പ്രധാനമായും 3 കാര്യങ്ങളാണ് മുൻപോട്ട് വെക്കുന്നത്. ഒരു കുട്ടിയുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിയണം. ആ കുട്ടിയുടെ പാഷനോടൊപ്പം ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി, അത് അപ്പൻ്റെയും അമ്മയുടെയും ജനിതക ഘടകങ്ങൾ, ക്രോമസോമിക് ഇഫക്റ്റ് അവൻ്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് സൈക്കോളജിയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ ഏതെങ്കിലും 1-2 ട്രേറ്റ്സ് മുന്നിട്ട് നിൽക്കും. ആ ട്രേറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. പലർക്കും അറിയില്ല. അപ്പോൾ നമുക്കൊരു കരിയറിൻ്റെ രീതിയിൽ ഒരു കൺസെപ്റ്റിൽ ഒരു കുട്ടിയെ നമ്മുടെ കയ്യിൽ കിട്ടി, നമുക്ക് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് കണ്ടെത്താം, അവൻ്റെ പാഷൻ ഏതിലാണെന്ന് കണ്ടെത്താം. ചില ആളുകളുടെ പാഷൻ അവർ ഓൾറെഡി പ്രകടിപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ അപ്രീസിയേഷൻ കിട്ടിയായി, അഭിനന്ദനം കിട്ടി, അവരങ്ങനെ തിരിച്ചറിയും. ഇപ്പോൾ സ്പോർട്സ് മേഖലയിലോ കലാപരമായ മേഖലയിലോ അല്ലെങ്കിൽ വരവശമുള്ളവർക്കോ ഒക്കെ പ്രോത്സാഹനം കിട്ടി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒരു ബഹുഭൂരിപക്ഷം കുട്ടികൾക്ക് അവരിൽ ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ അന്തർലീനമായ ആ കഴിവ് കണ്ടെത്താനാവാതെ പോകുന്നത് കാലം അവൻ കരുതി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് കണ്ടെത്താൻ നമുക്ക് തുടക്കത്തിൽ സാധിക്കും. ഒരു +2, 10th കഴിയുമ്പോൾ തന്നെ നമുക്കിതൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ ഹൈസ്കൂളിലായിരിക്കും കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്കൊരു 8ാം ക്ലാസ് മുതൽ അസസ് ചെയ്ത് തുടങ്ങാതല്ലേ? യെസ്, തീർച്ചയായും. മക്കൾക്ക് ഏറ്റവും മികച്ചത് കൊടുക്കണമെന്ന് ബോധ്യമുള്ള മാതാപിതാക്കൾ 8ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവരുടെ അസസ്മെൻറ്റ് നടത്തുകയും അതിനുശേഷം ആ അസസ്മെൻറ്റിൽ അവരുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തുന്നു, അതേപോലെ അവരുടെ പേഴ്സണാലിറ്റി, കൂടാതെ അവരുടെ പോസിബിലിറ്റീസ്, മൂന്നാമത്തെ മുൻപോട്ട് എന്തൊക്കെ സാധ്യതകളുണ്ട്, ഏതൊക്കെ മേഖലയിലോട്ട് അവർക്ക് പോകാം, എന്തൊക്കെ അച്ചീവ് ചെയ്യാം, അവരുടെ കരിയർ അംബീഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം,
ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മൂന്നാമത്തെ പി ആയിട്ട് വരുന്ന പോസിബിലിറ്റി. സാറേ ഇപ്പോൾ പറഞ്ഞ ഒന്നാമത്തെ പി ആയ പാഷനെ കുറിച്ച് നമ്മുടെ കുട്ടികൾ നല്ല ബോധ്യവാന്മാരാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ രക്ഷകർത്താക്കളുടെ ഭാഗത്തുള്ളത് വേറൊരു ചിന്തയാണ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്ത് വാഴ എന്ന് പറഞ്ഞൊരു ഫേമസ് സിനിമയുണ്ട്. കോട്ടയം നസീർ അച്ഛൻ്റെ റോളാണ്. അച്ഛൻ മകനോട് പറയുന്ന ഡയലോഗ് ഇതാണ്: മറ്റ് രക്ഷകർത്താക്കളെ പോലെ നിന്നെ ഇന്ന കയ്യിലെടുക്കാൻ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. നിന്റെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ ഡോക്ടർ ആകാം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് കിടന്ന അതേ സാധനമാണ് ഇപ്പോഴും ഇടാനുള്ളൂ. ഡോക്ടർ ആകില്ലെങ്കിൽ എഞ്ചിനീയർ ആകാം എന്നുള്ള ഓപ്ഷനാണ്. അല്ലാതെ അവൻ്റെ പാഷൻ എന്താണെന്നോ ആ മേഖലയിലേക്ക് തിരിയാനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ സാറിൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയാണ്. ശരിക്കും ഓരോ കുട്ടിയും യുണീക്ക് അല്ലേ? അത് കണ്ടെത്തുന്ന സാറിൻ്റെ രീതി എന്താ? അനീഷ് സാറേ, ഞാൻ ഏകദേശം ഒരു 12,000-ലധികം കുട്ടികളുടെ അസസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പം അതിൽ ഈ പാഷനും നമ്മൾ പേഴ്സണാലിറ്റി ദെൻ അവരുടെ പോസിബിലിറ്റീസ് ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്കുണ്ടായ അനുഭവം വെച്ച് പറയുവാണെങ്കിൽ വളരെ ഐഡൻറ്റിക്കലായിട്ടുള്ള കുട്ടികൾ, അതായത് ഇരട്ട കുട്ടികളെ ഒക്കെ ട്വിൻസിൻ്റെ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവർക്ക് വരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. ഒരേ ക്രോമസോമിക് ഇതിലാണെങ്കിൽ പോലും അവരിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരുപോലെയുള്ള 2 പേരെ സാറ് കണ്ടിട്ടില്ല ഇതുവരെയുള്ള അസസ്മെന്റ്. ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ പോലും എടുത്ത് നോക്കിയാൽ ആ കുട്ടിക്കും ഒരു അപാരമായ ഒരു കഴിവുള്ള ഒരു മേഖലയുണ്ട്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അതിനർത്ഥം സംതിങ് ഈസ് പോസിബിൾ. ആ സംതിങ് എവിടെയാണെന്നുള്ളതാണ് യുണീക്ക്നെസ് കിടക്കുന്നത്. LKG പാസ്സായ ഒരാളെ UKG കയറും. UKG കയറിയാൽ തന്നെ നമ്മൾ സ്വപ്നം കാണുവാണ് UK വിടാൻ. മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുണീക്കായിട്ടുള്ള പല ഫാക്ടേഴ്സും അവരിലുണ്ട് എന്നുള്ളതാണ്. അതനുസരിച്ച് ആ കുട്ടിയെ അല്പം കൂടി നമ്മളൊന്ന് ഗൈഡൻസ് കൊടുത്ത് എക്സ്പ്ലോർ ചെയ്ത് ഡിസ്കവർ ചെയ്ത് ഡിസൈൻ ചെയ്ത് അവരെ വീണ്ടും ഒന്നുകൂടെ ഡെലിവർ ചെയ്യാൻ സഹായിച്ചാൽ ഈ ഡികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവനെ ഡിസ്കവർ ചെയ്യുകയാണ് നമ്മൾ. ആ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിസൈൻ ചെയ്യണം. ആ ഡിസൈനിങ്ങിലാണ് ഇവിടെ കരിയർ കൗൺസിലേഴ്സിനും മെൻറ്റേഴ്സിനും വലിയ റോളുള്ളത്. ക്ലിയർ സാറേ. ഇവിടെയാണ് എനിക്ക് അടുത്തൊരു ചോദ്യം ഉള്ളത്. ഈ ചോദ്യം എന്നുള്ളത് കേരളത്തിൽ ഒരുപാട് വേദന അനുഭവിക്കുന്ന യുവാക്കൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. 2 അതിലധികമോ സഹോദരങ്ങളുള്ള വീട്ടിലെ ചിലപ്പോൾ മൂത്ത പിള്ളേര് നന്നായിട്ട് പഠിക്കും, അവർക്ക് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് വളരെ ഹയർ ആയിരിക്കും. ഇളയ കുട്ടിക്ക് ആ കഴിവ് കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ വെച്ച് ഇവനെ കമ്പയർ ചെയ്യും. മിക്കവാറും ടീച്ചർമാർ പറയുന്ന ഡയലോഗ് ഉണ്ട്: നിന്റെ ചേട്ടൻ എന്തായിരുന്നു, ഈ സ്കൂളിന് വലിയ അഭിമാനമായിരുന്നു, വലിയ നേട്ടങ്ങൾ നേടി, നീ ഈ സ്കൂളിന് ചീത്തപ്പേരുണ്ടാക്കാൻ വന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന. ചിലപ്പോൾ ഈ പയ്യൻ സ്പോർട്സിന് കൈനസ്തെറ്റിക്സ് ഇന്റലിജൻസ് ആയിരിക്കാം കൂടുതൽ, ചിലപ്പോൾ മനുഷ്യനോട് ഇടപെടാനുള്ള കഴിവായിരിക്കാം കൂടുതൽ. പക്ഷെ നിർഭാഗ്യവശാൽ ഇവന് പഠിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവനതൊരു വിഷമമായി മാറാനും ഗ്രാജുവലി ലഹരിയിലേക്ക് പോകാനോ ജീവിതം നശിപ്പിക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അങ്ങനത്തെ ഒത്തിരി ആൾക്കാർ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പം ഇങ്ങനെ പുകഞ്ഞ കൊള്ളി എന്നൊക്കെ പറഞ്ഞ് പുറത്താക്കുന്ന ഈ കൂട്ടം തെറ്റിയ കുഞ്ഞാടുണ്ടല്ലോ, ഇവരെ നമുക്ക് എങ്ങനെ സഹായിക്കാനായിട്ട് പറ്റും? ഇവിടെയാണ് നമുക്ക് അതിമനോഹരമായ ഒരു കൺസെപ്റ്റ് ഉള്ളത്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന കൺസെപ്റ്റ്. ഇത് ഹൊവാർഡ് ഗാർണറുടെയാണ്. അതായത് നമുക്ക് ഗുരുത്വാകർഷണ നിയമം കൊണ്ടുവന്ന ഐസക് ന്യൂട്ടനെ പോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്ന തിയറിയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഹൊവാർഡ് ഗാർണറുടെ. ഈ തിയറിക്കകത്ത് ഒരു വ്യക്തിയിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻ്റലിജൻസുകളാണ്. ലിംഗ്വിസ്റ്റിക് സ്കിൽസ് അതൊരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ്. ഭാഷാപരമായ കഴിവും അതിൻ്റെ പെർഫോമൻസും അടങ്ങുന്നത്. അതേപോലെ മ്യൂസിക് അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കോഴ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊരു പാഷനായിട്ടുള്ള കുട്ടികൾക്ക്, അത് പെർഫോം ചെയ്യാൻ കഴിയുന്ന കുട്ടികൾക്ക് മ്യൂസിക് ഇൻ്റലിജൻസ് ഉണ്ട്. ബോഡിയിലേക്ക് തന്നെ ശാരീരിക ക്ഷമത, സ്പോർട്സിലും അതുപോലെ ഗെയിംസിലും ഡിഫൻസിലേക്കൊക്കെ പോകാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഇൻ്റലിജൻസ്. അതേപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഈ വരും കാലങ്ങളിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ളവർക്ക് വലിയ സാധ്യതയാണല്ലോ. ഡിസൈൻ മേഖലയിലേക്കും ഒക്കെയുള്ള ഡ്രോയിങ് വശമുള്ള കുട്ടികൾക്ക് മികച്ച സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. ആ സ്ഥാപനങ്ങൾ IIT ഇടപെടിക്കുന്ന ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ലോകോത്തര MNCകളിലേക്ക് അവർ കടന്നു ചെല്ലാം, സ്വന്തമായ ഒരു സംരംഭമൊക്കെ തുടങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഇൻ്റലിജൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ അവന് ധൈര്യമായിട്ട് നമുക്ക് വിടാം. ഇവിടെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്ന മാർക്ക് മേക്കിംഗ് ആണ്. അതിനെ നമുക്ക് മാൻ കാച്ചിങ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി, അതിൻ്റെ ആപ്ലിക്കേഷൻ വന്നാൽ നമുക്കറിയാം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിലെ ഇൻ്റർപേഴ്സണൽ സ്കിൽസൊക്കെ മനുഷ്യരുമായിട്ട് ഇടപഴകാനും സോഷ്യൽ നേച്ചറോ ഇവിടെ കൊണ്ടുവന്നാൽ ആ കുട്ടിക്ക്
അതിനനുസരിച്ചുള്ള ഉന്നതമായ നിലയിലേക്ക് എത്താനുള്ള സാധ്യത ഇവിടെ ഉണ്ടെന്നുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെയൊക്കെ അവരുടേതായ മേഖലയെ വളർത്താൻ അവിടെയാണ് സാറേ ഞാൻ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി അപ്ലൈ ചെയ്യുമ്പോൾ, അത് എക്സ്പ്ലോർ ചെയ്യുമ്പം, അതിലൂടെ അസസ് ചെയ്യുമ്പോൾ ഇതൊരു ദൈവികമായ ഒരു ഇടപെടലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇവിടെ മാതാപിതാക്കൾ, ഭൂമിയിലെ കാണപ്പെടുന്ന ദൈവങ്ങളാണ് മാതാപിതാക്കൾ, അവർക്ക് തെറ്റിപ്പോകരുതല്ലോ. അപ്പോൾ ആ മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പം ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി വെച്ച് ഏതൊരു കുഞ്ഞും അവർക്കുണ്ടായിരിക്കുന്ന ഈവൻ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞു പോലും ഒരു ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് കണ്ടെത്താൻ സഹായിച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ. അങ്ങനെയാണ് പലരെയും നമുക്ക് ഇങ്ങനെ ഈ കൂട്ടം തെറ്റി, സാറ് പറഞ്ഞില്ലേ, കൂട്ടം തെറ്റിയവരെ കൂടെ നിർത്താൻ പറ്റുന്നത്. ടീച്ചർ സാറേ, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു കാര്യം കേൾക്കുന്ന കുറേ യുവാക്കൾ അവരാ പഠിച്ച സമയത്ത് സാറിനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് അസസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ലൈഫ് വേറെ തരത്തിലേക്ക് മാറിയേനെന്ന് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എനിക്കങ്ങനെ ഒരുപാട് പേര് 29-31 വയസ്സൊക്കെ കഴിഞ്ഞ് യുവാക്കൾ അവർ എങ്ങും എത്തിയില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ എൻ്റെ അടുത്ത് വരാറുണ്ട്. കാരണം അവർക്ക് തെറ്റിപ്പോയി. എടുത്ത് +2 കഴിഞ്ഞ് തിരഞ്ഞെടുത്ത അവിടെ ഒരു അസസ്മെൻറ്റ് നടത്തിയിട്ടില്ല, പാഷൻ എന്താ തിരിച്ചറിഞ്ഞിട്ടില്ല. ആരൊക്കെ പറയും, നാട്ടിലുള്ളവർ പറയുന്നു, നാട്ടുകാരുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് പോയി, ടാലൻ്റ് അനുസരിച്ച് പോയില്ല, ട്രെൻഡ് സെറ്റ് അനുസരിച്ച് പോയി, ടാലൻറ്റ് സെറ്റ് അനുസരിച്ചാണ് പോകേണ്ടത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കൂട്ടുകാരെല്ലാം പോയി, ആ കൂടെ പോയി, വീട്ടുകാരുടെ പരിമിതമായ അറിവ് അതിൽപ്പെട്ടു പോയി, അതേപോലെ നാട്ടിലെ ഈ ട്രെൻഡിനനുസരിച്ച് പോയി. അങ്ങനെ പോകുമ്പോൾ അവർ എത്തേണ്ടിടത്ത് എത്തുന്നില്ല, സ്റ്റക്കായി നിൽക്കും. സാറേ, ഇത് തന്നെയാണ് എൻ്റെ അടുത്ത ചോദ്യം. വലിയ ഫീസ് മുടക്കിയിട്ട് ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് അത് ഡ്രോപ്പ് ചെയ്യാൻ നിൽക്കുന്ന യുവാക്കൾ, അതുപോലെ തന്നെ വലിയ സാലറി ഉണ്ടായിട്ടും അതെൻ്റെ പ്രൊഫഷൻ അല്ല എന്ന് തിരിച്ചറിഞ്ഞ്, എൻ്റെ പാഷൻ അല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസ്, ഇവരോട് എന്താ സാറിന് പറയാനുള്ളത്?